ഭീകരതയ്ക്കെതിരായ പ്രചാരണം 33 രാജ്യങ്ങൾ തിരഞ്ഞെടുത്തത് കൃത്യമായ നയതന്ത്ര ലക്ഷ്യത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 33 രാജ്യങ്ങളിൽ ഭീകരതയ്ക്കെതിരായ കേന്ദ്ര സർക്കാർ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായുള്ള ആദ്യ 2 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ഇന്നലെ വിദേശത്തേക്ക് പോയി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരമോ താൽക്കാലികമായ അംഗരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ സാന്നിധ്യമുള്ള രാജ്യങ്ങളും മുതൽ GCCയിലെ പ്രധാന അറബ് രാജ്യങ്ങളും ആസിയാൻ രാജ്യങ്ങൾ വരെ വളരെ ശ്രദ്ധാപൂർവമാണ് 33 രാജ്യങ്ങളെ സുപ്രധാന നയതന്ത്ര ദൗത്യത്തിനായി തെരഞ്ഞെടുത്തത്. പാകിസ്ഥാന് പരോക്ഷ സഹായം നൽകുന്ന UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ ചൈനയിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കുന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. റൊട്ടേഷൻ വ്യവസ്ഥയിൽ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ പാകിസ്ഥാൻ, സൊമാലിയ എന്നീ രാജ്യങ്ങളും ഒഴിവാക്കി. UN രക്ഷാസമിതിയിലെ 15 അംഗരാജ്യങ്ങളിൽ ഈ 3 രാജ്യങ്ങൾ ഒഴികെ 12 രാജ്യങ്ങളും ഇന്ത്യൻ സംഘം നയതന്ത്ര ദൗത്യം നിർവഹിക്കും. രക്ഷാസമിതിയിലെ വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളായ US, UK, ഫ്രാൻസ്, റഷ്യ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സംഘം വിശദമായ ചർച്ചകൾ നടത്തും. അൾജീരിയ, ഡെൻമാർക്ക്, ഗ്രീസ്, ഗയാന, പനാമ, ദക്ഷിണ കൊറിയ, സിയറ ലിയോൺ, സ്ലൊവേനിയ തുടങ്ങിയ 2 വർഷം തോറും മാറുന്ന രക്ഷാസമിതിയിലെ സ്ഥിരമല്ലാത്ത അംഗരാജ്യങ്ങളിലേക്കും ഇന്ത്യൻ പ്രതിനിധികൾ യാത്ര ചെയ്യും. അടുത്ത 17 മാസം കൂടി രക്ഷാസമിതിയിലെ ഇവരുടെ അംഗത്വം തുടരും. ഇന്ത്യക്കെതിരെ പരസ്യ നിലപാടെടുത്ത തുർക്കിയെയും അസർബൈജാനെയും ഒഴിവാക്കി. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ, UN സാന്നിധ്യമുള്ള രാജ്യങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത പങ്കാളി രാജ്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ UN-ലും യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ പ്രതിനിധികളും ഇന്ത്യൻ സംഘങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തും. US, ഫ്രാൻസ്, UK, റഷ്യ എന്നിവയോടൊപ്പം ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ, സ്പെയിൻ, ഡെൻമാർക്ക്, ബെൽജിയം, അൾജീരിയ, ഗ്രീസ്, ലാത്വിയ, സ്ലൊവേനിയ, പനാമ, ഗയാന, കൊളംബിയ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റിൻ, ആഫ്രിക്കൻ രാജ്യങ്ങളായ സിയറ ലിയോൺ, കോങ്കോ, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രത്യേക ദൗത്യത്തിലുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാന്റെ പങ്ക് ഉയർത്തിക്കാട്ടുകയും ഇന്ത്യക്ക് പിന്തുണ വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെതിരെ ആഗോള സമ്മർദ്ദം ശക്തിപ്പെടുത്തുകയുമാണ് ദൗത്യ സംഘത്തിന്റെ പ്രധാന അജണ്ട. കാശ്മീർ ഉഭയകക്ഷി പ്രശ്നമാണെന്നും ഇക്കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിന്റെയും ഇടപെടലും മധ്യസ്ഥതയും അംഗീകരിക്കില്ലെന്നുള്ള ഇന്ത്യയുടെ പഴയ നിലപാട് ആവർത്തിക്കും. സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്ത കാരണവും ഇന്ത്യ വിശദീകരിക്കും. പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളുടെ പൊള്ളത്തരവും ഇന്ത്യയിലെ പൂർണ്ണ യോജിപ്പും ലോകത്തെ ബോധ്യപ്പെടുത്താനും അവസരം ഉപയോഗിക്കും. ശശി തരൂർ അടക്കമുള്ള ഭരണ പ്രതിപക്ഷ നേതൃത്വത്തിലെ പ്രഗത്ഭർക്ക് പുറമെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുൻ നയതന്ത്ര വിദഗ്ധരും ദൗത്യ സംഘത്തിന് കരുത്തേക്കും. സിയറ ലിയോൺ, കോങ്കോ, ലാത്വിയ എന്നിവയടക്കം ആശ്ചര്യപ്പെടുത്തുന്ന ചില രാജ്യങ്ങളെ തിരഞ്ഞെടുത്തതിന് പ്രത്യേക കാരണമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർ പറഞ്ഞു. വടക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, ദക്ഷിണ അമേരിക്ക, യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, പശ്ചിമ ആഫ്രിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ, കിഴക്കൻ ഏഷ്യ, പശ്ചിമേഷ്യ തുടങ്ങിയ മേഖലകളിലാണ് ആകെ 59 അംഗങ്ങളുള്ള ഇന്ത്യയുടെ 7 വ്യത്യസ്ത പ്രതിനിധി സംഘങ്ങളുടെ 2 ആഴ്ച നീളുന്ന സന്ദർശനം. ഇന്ത്യയുടെ പ്രത്യേക ഔട്ട്റീച്ച് പ്രോഗ്രാമിനായി 33 രാജ്യങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ കാരണങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിനിധി സംഘത്തോട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടാസും ബഷീറും ജപ്പാൻ, UAE സന്ദർശനം തുടങ്ങി. ഇന്ത്യയുടെ ഉന്നത നയതന്ത്ര ദൗത്യത്തിനായി ഇന്നലെ വിദേശത്തേക്ക് പോയ ആദ്യ 2 പ്രതിനിധി സംഘങ്ങളിൽ മലയാളികളായ ET മുഹമ്മദ് ബഷീറും ഡോക്ടർ ജോൺ ബ്രിട്ടാസും അംഗങ്ങളാണ്. ബ്രിട്ടാസ് ഉൾപ്പെട്ട സംഘം ഇന്ന് ജപ്പാനിലും ബഷീർ ഉൾപ്പെട്ട സംഘം ഇന്ന് UAE-ലും ഇന്ത്യയുടെ പ്രത്യേക ദൗത്യ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിലെത്തിയ ഇന്ത്യൻ സംഘത്തെ മലയാളിയായ അംബാസഡർ സിബി ജോർജിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. JDU-വിന്റെ സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘമാണ് ഇന്നലെ ഉച്ചയോടെ ജപ്പാനിലേക്ക് പുറപ്പെട്ടത്. ജപ്പാന് പിന്നാലെ ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കും ഈ സംഘം സന്ദർശനം നടത്തും. ശിവസേന നേതാവ് ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള 2ാം സംഘം ഇന്നലെ രാത്രിയാണ് US-ലേക്ക് യാത്ര തിരിച്ചത്. അബുദാബിയിലെ ചർച്ചകൾക്ക് ശേഷം ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളും ഇതേ സംഘം സന്ദർശിക്കും. ജോർജ് കള്ളിവേലിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.